ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 25 നവംബർ 11 മണി ആയിട്ടുണ്ട് ഏകദേശം. നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു 5000+ ഒരു ടാർഗറ്റാണ് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്ത്. ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 927.37 നമ്മൾ ബുക്ക് ചെയ്ത ടാർഗറ്റിനെ ബുക്ക് ചെയ്ത സ്ഥലം നോക്കൂ, 927.59. അപ്പം 37:59, ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ 20 സെക്കൻഡിനുള്ളിൽ 20 ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പോലെ 20 സെക്കൻഡിനുള്ളിൽ നമ്മൾ നമ്മളുടെ ട്രേഡിൽ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുമായിരുന്നു ചെയ്ത്. ഒരു പ്യുവർലി ഒരു സ്കാൽപ്പിംഗ് ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു ട്രേഡ്. സോ ആ ഒരു ട്രേഡിനെ പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇന്നലെയും സ്കാൽപ്പിംഗ് ട്രേഡായിരുന്നു എടുത്തത്. ഇനിയിപ്പോൾ വേറെ ട്രേഡുകളൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എടുത്ത ട്രേഡിൽ നമ്മളൊരു ഓവറോൾ ഒരു 5000 ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്താ 9:27 അല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ക്യാൻഡിലിനെ ഒന്ന് ഡ്രോ ചെയ്താൽ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ആ ഒരു റെഡ് ക്യാൻഡിലിൽ തന്നെ, ആ ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ നമ്മളുടെ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ അച്ചീവ് ചെയ്തത്. വെറും ഒരു 20 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചുള്ള പ്രോഫിറ്റാണ് നമ്മൾ 20 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചുള്ള പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ ആവറേജ് ബൈയിങ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു ട്രേഡ് അല്ല നമ്മൾ ചെയ്തത്. സോ ഇനിയിപ്പോൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഈ റീസൺ പറയാനൊരു മടിയുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതൊരു ഹൈ റിസ്കി ട്രേഡാണ്. ഇതിപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻ ബൈയിങ്ങിൽ നമ്മൾ ഇങ്ങനത്തെ ട്രേഡുകൾ എടുത്താൽ നമ്മളുടെ ക്യാപിറ്റൽ ബ്ലോ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരണോ വേണ്ടതെന്നാണ്. കാരണം അറിയാൻ പാടില്ലാത്ത ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർ പ്ലീസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ മാത്രം, ലോസ് ബെയർ ചെയ്യാവുന്നവർ മാത്രം ട്രേഡിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ പ്ലീസ് ഈ ഒരു ഇതെടുക്കരുത്. നമുക്ക് ട്രേഡ് ചെയ്യാം. ട്രേഡിംഗ് ആണ് മച്ച് മോർ ഈസിയർ. നമ്മളുടെ ലോസിനെ നമുക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ. കാരണം ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തു, നമ്മളുടെ ട്രേഡിൽ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അടിച്ചു എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഇത് തന്നെ നേരെ ഉൾട്ടയും സംഭവിക്കാം, നേരെ വിപരീതവും സംഭവിക്കാം. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകാം. സോ അപ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് എഗ്നിസ്റ്റ് ഇതിൻ്റെ ഇരട്ടി ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കേസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത ട്രേഡ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്. ഫൈൻ. ഇവിടെ ഒരു ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിനെ നിങ്ങൾ നോക്കുക. ഓക്കെ, ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഫസ്റ്റ് ക്യാൻഡിലിനെ നോക്കുക. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഈ 2, 3 മൂന്നാമത്തെ ക്യാൻഡിൽ, 2 ക്യാൻഡിലും ഇവിടെ വെച്ച് റിജക്ഷൻ എടുത്തു. ഈ 2 ക്യാൻഡിലും ഇവിടെ വെച്ച് റിജക്ഷൻ എടുത്തതിന് ശേഷം ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ, മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, ക്ലിയർ ആയി കാണില്ല അല്ലേ? ഒന്നും കൂടെ പറയാം. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുക, ഇവിടം വെച്ച് റിജക്ഷൻ എടുത്തു. ഓക്കെ. സെക്കൻഡ് ക്യാൻഡിൽ നോക്കുക, ഇവിടം വെച്ച് റിജക്ഷൻ എടുത്തു. സോ ഓക്കെ, രണ്ടിൻ്റെയും റിജക്ഷൻ എടുത്ത കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോ ആണല്ലോ. ഈ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോ. ഓക്കെ, ഈ സെക്കൻഡ് ക്യാൻഡിൽ റിജക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ തേർഡ് ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു റിജക്ഷൻ ഏരിയ കൊണ്ട് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്ത് വയ്ക്കുക. ഈ ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് നമ്മളുടെ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ തരുമ്പോൾ ഡോണ്ട് വെയിറ്റ് ഫോർ ദ ക്ലോസിങ്. അവിടെയാണ് ഇതിൻ്റെ റിസ്ക്. ഈ ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഈ ക്യാൻഡിൽ വേണമെങ്കിൽ നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് മേലിലേക്ക് പോവാം. മനസ്സിലായോ? അങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് വലിയൊരു ലോസ് ബെയർ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ക്ലോസിങ്ങിന് വെയിറ്റ് ചെയ്യില്ല. ഈ ഒരു ക്യാൻഡിൽ ഫോമായി താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു 20 പോയിൻറ്റ്സ്, മാക്സിമം ഒരു 25 പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ആയിട്ട് വയ്ക്കുന്നത്. ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്കിപ്പ് ചെയ്യുക. ഇനി ഞാൻ ലോസ് എങ്ങനെയാണ് ഇവിടെ ബെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാറില്ല, മാനുവലി ഇറങ്ങില്ല. ഒരു 1500, ഒരു 2000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഒരു ലോസ് കാണിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ തേർഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നു, നമ്മളുടെ ടാർഗറ്റ് ഇറ്റ് വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ
ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫേക്കാണ് കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ഇവിടുന്ന് തിരിയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നമുക്ക് ഭയങ്കര നല്ലൊരു ലോസ് കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കി, ഈ ക്യാൻഡിലായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര ലോസ് ബെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അത്രയും വച്ചുകൊണ്ടിരിക്കില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1000 എനിക്കൊരു ബെയറബിൾ ആയ ഒരു 1500 2000 അടുപ്പിച്ച് ഒരു ലോസ് കാണിക്കാൻ തുടങ്ങി, അപ്പം ഞാൻ ലോസ് കട്ട് ചെയ്യും. സോ പിന്നെ ഞാൻ ആ ഒരു സ്കാൽപ്പിങ്ങിൽ ഇടപെടില്ല. ഞാൻ ജസ്റ്റ്, നിങ്ങൾ പല പ്രാവശ്യവും ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ചിലപ്പോൾ സ്കാൽപ്പ് ചെയ്തിട്ട് ട്രേഡ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാമല്ലോ, ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്താണ്. അപ്പം മാർക്കറ്റിന് ഇപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് താഴത്തേക്ക് പോകാമെന്നിരിക്കട്ടെ, ഞാൻ എന്ത് ചെയ്യും, നമ്മളുടെ താഴത്തേക്ക് വന്ന് നമ്മളുടെ 20 പോയിൻറ്റ്സിന് ശേഷവും മാർക്കറ്റ് നല്ല താഴത്തോട്ടൊരു മൊമെൻറ്റം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കും. സോ അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞാലും നമ്മളുടെ കോസ്റ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ 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 ഹൈ റിസ്കി ട്രേഡാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ ബ്ലോ ഔട്ട് ആയി പോകാൻ, കാരണം അത്രയും ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ട് ഫേക്ക് ആണെങ്കിൽ നമ്മൾ ഇറങ്ങത്തുള്ളൂ. ഇല്ല ഇപ്പം നമുക്ക് തോന്നും നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫേക്ക് ബ്രേക്ക് ഔട്ട് കണ്ടാൽ അപ്പോൾ ഇറങ്ങും 1500 2000 ഇറങ്ങുമെന്ന്. പക്ഷേ നമ്മളുടെ മൈൻഡ് സെറ്റ് സമ്മതിക്കില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ, മനസ്സിലായോ? സോ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഞാൻ പറയണം, നിങ്ങളുടെ ഒരു ലോസ് ബെയറിങ് കപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ ഇവിടം വെച്ച് നിങ്ങൾ ലോസിനെ കട്ട് ചെയ്യുക, ഇറങ്ങുക. പിന്നെ ആ സ്കാൽപ്പിംഗ് ട്രേഡ് എടുക്കരുത്. സോ ഇന്നിപ്പം ഏതായാലും വെൽ ആൻഡ് ഗുഡ് ട്രേഡ് ആയിരുന്നു. ഇന്നലെ നമുക്ക് വെൽ ആൻഡ് ഗുഡ് ട്രേഡ് ആയിരുന്നു. ഇന്നിപ്പോൾ ഓവറോൾ ഒരു 5000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഫോളിങ് മാർക്കറ്റാണ്. ഇനിയിപ്പം ഞാൻ ട്രേഡൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ട്രേഡാണ് ഇന്നിപ്പോൾ എടുത്ത്. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ക്ലോസ്. താങ്ക് യു, ബൈ.